ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി.ജെ.പിയുടെ വളർച്ച രാജ്യത്തൊട്ടാകെ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിട്ടുള്ളത് കോൺഗ്രസ്സാണ്. ബി.ജെ.പിയുമായി നേർക്കുനേർ പോരടിക്കുന്ന പാർട്ടിയും കോൺഗ്രസ്സാണ്. ബി.ജെ.പി മൂന്നാം തവണയും ഇന്ത്യയിൽ അധികാരത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ എൻ.ഡി.എ മൂന്നാം തവണയും രാജ്യത്തിൻ്റെ അധികാര സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷത്തിരിക്കേണ്ട തരത്തിലേക്ക് മാത്രം ശക്തി ആർജിച്ചു വന്നിട്ടേ ഉള്ളൂ ഇപ്പോഴും ഇന്ത്യ സഖ്യം. എല്ലാ നേതാക്കന്മാരെയും ബി.ജെ.പി വിരുദ്ധ ചേരിയിൽ ചേർന്ന് നിൽക്കുന്ന നേതാക്കന്മാരെ ചേർത്ത് നിർത്തി മുൻപോട്ട് പോകുവാൻ രാഹുൽ ഗാന്ധിയെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ശ്രമിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പലരും ബി.ജെ.പിയിലേക്കും പോകുന്നുണ്ട്. അത്തരത്തിലൊരു തരംഗം കേരളത്തിലും ശക്തമായ രീതിയിൽ തന്നെ അലയടിക്കുന്നുമുണ്ട്. കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന സംസ്ഥാനത്ത് ഇടതുപക്ഷത്തു നിന്നും ചിലരെല്ലാം ബി.ജെ.പിയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ പാലക്കാട് പോലെയുള്ള ചില ബി.ജെ.പി കേന്ദ്രങ്ങളിൽ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയും ലഭിക്കുന്നുണ്ട്. അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മുന്നിലേക്ക് വരുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവനയായിരുന്നു. ബി.ജെ.പി അനുകൂലിച്ചുകൊണ്ട് ബി.ജെ.പി ചേരിയിൽ നിന്ന് കോൺഗ്രസിന്റെ ചോറ് തിന്നുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ തിരിച്ചറിയും. അവർ എത്രയും വേഗം ഈ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ കോൺഗ്രസ് ചേരിയിൽ തന്നെ നിൽക്കണമെന്നായിരുന്നു രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ പറഞ്ഞത്. ബി.ജെ.പിയെ രാജ്യമൊട്ടാകെ വളർന്നു പന്തലിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റിയതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് രാഷ്ട്രീയ സ്വയം സേവാ സംഘമായ RSS ആണ്. RSSന്റെ പിൻബലത്തിൽ രാജ്യമെമ്പാടും വളർന്നു നിൽക്കുന്ന ബി.ജെ.പിക്ക് RSSനെ വിട്ടാൽ ഈ രാജ്യത്ത് നിലനിൽക്കാൻ കഴിയില്ല എന്ന് ഒന്നല്ല പലതവണ ബോധ്യപ്പെട്ടിട്ടുമുള്ളതാണ്. ഇപ്പോൾ RSSനെ തള്ളിപ്പറയുന്ന ഒരു രീതി ഗുജറാത്തിൽ അങ്ങനെ കേൾക്കാറില്ല പോലും. അത് കോൺഗ്രസിൽ നിന്നും കേൾക്കാറില്ല, ബി.ജെ.പിയിൽ നിന്നും കേൾക്കാറില്ല. അതിൻ്റെ പ്രധാന കാരണത്തിലൊന്ന്, ഇരുട്ടുവാക്കിൽ ബി.ജെ.പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുവാൻ പോകുന്ന, ബി.ജെ.പിക്ക് അനുകൂലമായി രഹസ്യ പിന്തുണ നൽകുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് എന്നുള്ളതാണെന്ന് പോലും. അതിൻ്റെ ഒരു ഉദാഹരണവും തെളിവുമായി ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എത്തിയിരിക്കുകയാണ്. ഗുജറാത്തിൽ പ്രചാരണത്തിന് പോയപ്പോൾ RSSനെതിരെ സംസാരിക്കുന്നതിൽ നിന്ന് തന്നെ വിലക്കിയതായി കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ബി.ജെ.പിയെ സഹായിക്കുന്ന പാർട്ടിക്കുള്ളിലെ ആളുകളെ തിരിച്ചറിയുന്നതിനെ കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ച പ്രസ്താവനയെയും അദ്ദേഹം ന്യായീകരിച്ചു. ശനിയാഴ്ച അഹമ്മദാബാദിൽ കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ പാർട്ടിയുടെ ആദ്യ ദൗത്യം നേതാക്കളെയും പ്രവർത്തകരെയും രണ്ട് ഗ്രൂപ്പുകളായി വിഭജിക്കുക എന്നതാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഒരു കൂട്ടർ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തിൽ പൂർണ്ണ ഹൃദയത്തോടുകൂടി വിശ്വസിക്കുകയും ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്. മറ്റൊരു കൂട്ടർ ജനങ്ങളിൽ നിന്ന് ബന്ധം വേർപെടുത്തിയവരാണ്. അവരിൽ പകുതി പേരും ബി.ജെ.പിക്കൊപ്പമാണ്. അത്തരം നേതാക്കളെയും പ്രവർത്തകരെയും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണെന്നും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പോലും കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നതുമാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയെ പ്രശംസിച്ചുകൊണ്ട് ദിഗ്വിജയ് സിംഗ് സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമായ എക്സിൽ എഴുതുകയുമുണ്ടായി. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരിക്കെ ഗുജറാത്തിൽ പ്രചാരണത്തിന് പോയപ്പോൾ RSSനെതിരെ ഒന്നും പറയരുതെന്ന് തന്നോട് നിർദ്ദേശിച്ചത് ഓർക്കുന്നു എന്നുള്ളതായിരുന്നു എക്സിലെ ആ കുറിപ്പ്. കാരണം അത് ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുമ്പോഴും RSS നയിക്കുന്ന സംഘപരിവാർ ഹിന്ദുക്കളെ പ്രതികരിക്കുന്നില്ലെന്നും മതത്തിന്റെ പേരിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും മാത്രമേ ചെയ്യുന്നുള്ളൂവെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. ഹിന്ദുമതത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ശങ്കരാചാര്യരുടെ ഒരു പാരമ്പര്യമുണ്ടെന്ന് ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. അത് ഇന്നും തുടരുന്നു. ആരാണ് നിലവിൽ ബി.ജെ.പിയെയും RSSനെയും പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. മതത്തിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുകയും അധികാരം നേടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം മാത്രമാണ് ബി.ജെ.പി എന്നും അദ്ദേഹം പറഞ്ഞു. മതത്തിന്റെ പേരിൽ ജനങ്ങളെ കൊള്ളയടിച്ച് അധികാരം നേടുക എന്നതാണ് ബി.ജെ.പിയുടെ യഥാർത്ഥ ലക്ഷ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്തായാലും ഈ ആരോപണങ്ങൾക്ക് പ്രാധാന്യം ഏറുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത് ശരിയാണ് എന്ന ഉദാഹരണങ്ങളാണ് ദിഗ്വിജയ് സിംഗ് പുറത്തേക്ക് വിടുന്നത്. ബി.ജെ.പിക്കൊപ്പം രഹസ്യമായി പിന്തുണയർപ്പിച്ച് മുൻപോട്ട് പോകുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് തുറന്നടിച്ചു പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി. പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാരെ പാർട്ടി പ്രത്യയശാസ്ത്രത്തിനുള്ളിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത തരത്തിലേക്ക് ദുർബലപ്പെട്ടു പോയോ കോൺഗ്രസ് എന്ന ചോദ്യം ഉന്നയിക്കുന്നവരുണ്ട് പാർട്ടിക്കുള്ളിൽ. എന്തായാലും
ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു നീക്കം കോൺഗ്രസിനെ തളർത്തുമോ എന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ പുഴുക്കുത്തുകളെ തിരിച്ചറിഞ്ഞ വേണ്ട വളം നൽകി അവയെ പാർട്ടിയിൽ നിന്ന് തുരത്തി ഓടിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതോടുകൂടി കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്.